അപ്പോൾ ഇന്ന് നമ്മുടെ ബസ്സിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ബസ്സിൻ്റെ നെയിം ബോർഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു ഹോണടി. തിരിഞ്ഞു നോക്കിയപ്പോഴോ ദേ നമ്മുടെ ചെക്കൻ. അങ്ങനെ അവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ പോയത് പൂക്കോട്ടുംപാടത്തേക്കാട്ടോ. പൂക്കോട്ടുംപാടത്ത് ബാപ്പുക്ക എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ വണ്ടിയുടെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദേ ഇതാണ് ആള്. അപ്പോൾ ഏതായാലും ബസ് 2-3 ദിവസം അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരും ഒരുമിച്ചാണ്ട് പോരെ. അപ്പോൾ ദേ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ഒരു 3 ദിവസം നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ബസ്സിൻ്റെ വർക്ക് അപ്പം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി സെൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ ആൾ കൂടുതലാണല്ലോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവർ സെന്നും എടുത്തു, നമ്മൾ MG എടുത്തു. പോകുന്ന വഴിക്ക് ഇനി പമ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് രണ്ടിനും അത്യാവശ്യം പെട്രോൾ അടിച്ച് നേരെ ഞങ്ങൾ പോയത് ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ നമ്മുടെ പഴയ നെയിം ബോർഡെല്ലാം അടിച്ച് ഇതേ പുതിയ ഫ്രെയിമെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് അവർ. ബസ്സിന് ബുക്കിംഗ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബസ്സിന് കണ്ണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി അതിനൊരു കുറവ് വേണ്ടാന്ന്. ഓൾമോസ്റ്റ് ഈ ഭാഗത്തുള്ള എല്ലാ വണ്ടിയിലും ഇവർ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല വർക്ക് അവരുടെ. ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ഫ്ലെക്സിബിളും പിന്നെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആട്ടോ. ചെയ്യുമ്പോൾ നല്ല തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ആദ്യമായിട്ട് നമ്മുടെ 3 വണ്ടിയും ഒറ്റ ഫ്രെയിമിൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഡ്രൈവർ സൈഡ് കൂളിംഗ് ഒട്ടിച്ചപ്പോൾ എൻ്റെ ഇൻസ്റ്റ ID കാണുന്നില്ല. അങ്ങനെ ഞാനിത് രണ്ടാമത് ഒന്നുകൂടെ മാറ്റി ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ.